ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആകും എന്നത് നിങ്ങളുടെ ശരീരം തരുന്ന സൂചനയാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ പീരിയഡ്സ് കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരു റെഗുലർ ആയിട്ടുള്ള സൈക്കിള് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഫെർട്ടിലിറ്റി ഏകദേശം ഒരു 50% അല്ലെങ്കിൽ ഒരു 60% നോർമലായിട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റെഗുലർ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും ബ്ലീഡിങ് വരിക അതല്ലാട്ടോ റെഗുലർ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിച്ചത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക, അതാണ് നമ്മുടെ റെഗുലർ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഓരോ മാസവും നിങ്ങൾക്ക് 28 ദിവസം കൂടുമ്പോൾ ബ്ലീഡിങ് വരുന്നു. അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ഈ മാസം 5-ാം തീയതി വരുന്നു, അടുത്ത മാസം 5-ാം തീയതിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഡേറ്റ് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റുന്നവർക്ക് അവരുടെ പീരിയഡ് സൈക്കിൾ റെഗുലർ ആയിരിക്കും. പീരിയഡ് സൈക്കിൾ റെഗുലർ ആയിട്ട് വരുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് അവരുടെ ഓവുലേഷനും പ്രോപ്പറായിട്ട് നടക്കുക. ഒരു 90% വരെ നിങ്ങളുടെ സൈക്കിൾ റെഗുലർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷനും കൃത്യമായിട്ട് നടക്കും. ഈ ഓവുലേഷനാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലക്ഷണങ്ങളായി തന്നെ നമുക്ക് ബോഡിയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞൊരു 60% വരെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ഭാഗം നമുക്ക് വരുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലും നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലും ഒക്കെയാണ്. ബാക്കിയുള്ള 20% അതുപോലെയുള്ള ബാക്കിയുള്ള 40% വരുന്നത് ഈ കുഞ്ഞു കാര്യങ്ങളാണ്. കുഞ്ഞു കാര്യങ്ങളാണെന്നും പറഞ്ഞ് നമുക്കിത് തള്ളിക്കളയാനും പറ്റില്ല, പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇത്. അപ്പോൾ ഓവുലേഷൻ നടക്കുന്നത് ഏകദേശം നമ്മുടെ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ടായിരിക്കും. ഒരുപാട് സ്ത്രീകൾക്ക് റെഗുലർ സൈക്കിൾ പോകുമ്പോഴേക്കും അത് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റാത്തവർക്ക് നമ്മുടെ ചാനലിലൂടെയും ഹെൽപ്പും സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലെങ്ത് വെച്ചിട്ടാണ്. മെൻസ്ട്രൽ സൈക്കിൾ നിങ്ങൾക്കിപ്പോൾ ഒരു 30 ദിവസമാണ് പോകുന്നതെങ്കിൽ ഈ 30-ൽ നിന്ന് നിങ്ങളൊരു 14 കുറയ്ക്കുക. 14 എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ഒരു സംഖ്യയാണ്. അതായത് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലെങ്ത്തിന് ചിലപ്പോൾ മാറ്റം വരാം, പക്ഷേ 14 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയ്ക്ക് മാറ്റം വരില്ല. അപ്പോൾ നിങ്ങൾ 30-ൽ നിന്ന് 14 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 16 എന്നാണെങ്കിൽ ഈ 16 നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ്. ഈ 16-ന് ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം മുൻപ് മുതൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങണം. ഏകദേശം ഒരു 12-ാമത്തെ ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾ ചെയ്ത് ഒരു 18-ാമത്തെ ദിവസം വരെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ 30 ദിവസം മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഇനി 28 days ആണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ എങ്കിൽ 28-ൽ നിന്നും നിങ്ങൾ 14 കുറയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 14 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പീരിയഡ്സിൻ്റെ 10th ഡേ മുതൽ, പീരിയഡ്സ് തുടങ്ങുന്ന ആ ദിവസത്തെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ 10ാമത്തെ ദിവസം മുതൽ ഒരു 16ാമത്തെ ദിവസം വരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ എത്രയാണോ അതിൽ നിന്ന് 14 കുറയ്ക്കാം. ഇനി ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഡേറ്റ് ആണ്. ഈ ഡേറ്റ് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടും സാധിക്കും. പക്ഷേ ഈ ഡേറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ എടുക്കുന്ന പീരിയഡ്സിൻ്റെ 16ാമത്തെ ദിവസവും 14ാമത്തെ ദിവസവും ഒക്കെ ആയി എടുക്കുമ്പോഴേക്കും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷണങ്ങൾ എന്തെങ്കിലും ശരീരത്തിൽ വരുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നമുക്ക് ശരീരം തരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂചന. ഓവുലേഷൻ നടക്കുന്ന ഒരു സ്ത്രീക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കും. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന്, 7 ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. ഓവുലേഷൻ അടുക്കുന്ന സമയത്ത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ബ്രസ്റ്റ് പലർക്കും ഹെവി ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തൊടുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടും വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓവുലേഷൻ നടക്കുന്ന സമയത്തുണ്ടാകുന്ന ഈ ഒരു വേദന ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും.
രണ്ടാമത്തെ ലക്ഷണമാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന ഇൻക്രീസ്. ഓവുലേഷൻ എടുക്കുന്ന സമയങ്ങളിൽ എക്സാക്റ്റ് ഓവുലേഷൻ ഡേറ്റ് എന്നാണോ ആ ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു 0.5 മുതൽ ഒരു മാക്സിമം ഒരു 1 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇൻക്രീസ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ടെമ്പറേച്ചർ നമ്മൾ എടുക്കേണ്ടത് ബേസൽ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ടാണ്. ബാക്കിയുള്ള ഒരു ലക്ഷണവും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബേസൽ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ തലയണയുടെ അടുത്തായിട്ട് ഒരു സ്റ്റൂളിലോ മറ്റോ ഏതെങ്കിലും ഒരു ഷെൽഫിലും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൈ എത്തിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ദൂരത്തിൽ ഒരു ഡയറി, ഒരു തെർമോമീറ്റർ, ഒരു പേന സെറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ കണ്ണ് തുറന്ന് വേറെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. വാഷ്റൂമിൽ പോകാൻ പാടില്ല, നേരെ ഇരിക്കാനായിട്ട് പാടില്ല. കണ്ണ് തുറക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ ആ ടെമ്പറേച്ചർ, ആ തെർമോമീറ്റർ നീട്ടിയെടുത്തിട്ട് നിങ്ങൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതാണ് നിങ്ങളുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പീരിയഡ്സിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ നിങ്ങൾ ഈ ഒരു ടെമ്പറേച്ചർ നോട്ട് ചെയ്യുമ്പോഴേക്കും എക്സാക്റ്റ് ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾ എന്നാണോ വരുന്നത് ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ടെമ്പറേച്ചർ ഹൈക്ക്, അതായത് ആ ഒരു ഉയർച്ച കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് ഇതാണ് കേട്ടോ. മൂന്നാമത്തെ മെത്തേഡാണ് നമുക്കുണ്ടാകുന്ന അബ്ഡോമൻ പെയിൻ. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നിങ്ങൾക്ക് അണ്ടം വന്നതെങ്കിൽ ലെഫ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടാകും. റൈറ്റ് സൈഡിൽ നിന്നാണ് അണ്ടം വന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് പെയിൻ ചെറുതായിട്ടുണ്ടാകും. ചിലർക്ക് ലോവർ അബ്ഡോമൻ പോർഷനിലായിരിക്കും, അതായത് നേരെ പൊക്കിളിന് നേരെ താഴെയുള്ള പോർഷനിലായിരിക്കും വേദന വരുന്നത്. എവിടെയാണോ ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വേദന തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓരോ മാസവും ഡിഫറെൻറ്റ് സൈഡിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നത്. ചില ആളുകൾക്ക് ഒരു ഭാഗത്ത് മാത്രമായിരിക്കും PCOD. ചിലപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് ആ സൈഡിൽ ഓവുലേഷൻ നടക്കാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ അടുത്ത ഭാഗത്തു നിന്നായിരിക്കും ഓവുലേഷൻ ഉണ്ടാകുന്നത്. ഓരോ മാസവും ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. ആ ഭാഗത്ത് തന്നെയായിട്ട് നിങ്ങൾക്ക് വേദന ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. വളരെ ചെറുതായിട്ടുള്ളൊരു വേദനയായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കുറച്ച് നിമിഷത്തേക്കായിരിക്കും ചിലപ്പോൾ ഈ വേദന നിങ്ങൾക്ക് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക പോലുമില്ല. അത്തരം മൈന്യൂട്ടായിട്ടുള്ള വേദന നിങ്ങൾക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി തിരക്കിനിടയ്ക്ക് വേദന വന്നു കഴിഞ്ഞാൽ അയ്യോ വേദനിക്കുന്നു എന്ന് പറയുന്നിരിക്കാനായിട്ട് നമുക്ക് നേരം ഉണ്ടാവില്ല. അങ്ങനെയുള്ളതുമായിരിക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്തുണ്ടാകുന്ന ഈ ഒരു വേദന കേട്ടോ. നമുക്ക് വലിഞ്ഞു പോകുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് തോന്നും, ചിലപ്പോൾ നമുക്കൊന്ന് കുത്തി വലിക്കുന്നത് പോലെയൊക്കെ നമുക്ക് ഈ ഒരു വേദന അനുഭവപ്പെടാം കേട്ടോ. അടുത്തതാണ് എല്ലാവരും ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സാക്റ്റ് ഓവുലേഷൻ ഡേറ്റ് എന്നാണോ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഡിസ്ചാർജ് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ പച്ചമുട്ടയുടെ വെള്ള എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആ ഒരു എഗ് യോക്കില്ലേ അത് മാറ്റിയിട്ട് അതിന് ശേഷം അതിന് ചുറ്റുമുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു ലിക്വിഡില്ലേ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വെണ്ടക്ക കട്ട് ചെയ്തിട്ടില്ലേ, വെണ്ടക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന വഴുവഴുപ്പോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജ് ഇല്ലേ, ആ ഡിസ്ചാർജ് ആയിരിക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. സെമന് കൃത്യമായിട്ട് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ഡിസ്ചാർജോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈനെസ്സോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് മറ്റെല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിട്ടും തിക്കായിട്ടുള്ള വജൈന ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ സെമന് കൃത്യമായിട്ട് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അത് ആ ഓപ്പണിങ്ങിൽ വെച്ച് തന്നെ നശിച്ചു പോകും. അല്ലെങ്കിൽ ആ ഒരു സ്പേം എഗിൻ്റെ അടുത്തോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം പീരീഡ് ഇതിന് കിട്ടില്ല. അങ്ങനെ നശിച്ചു പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഗ്രാമ്പു വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡിസ്ചാർജ് കൂടുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് സെർവിക്കൽ മ്യൂക്കസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെഡിക്കേഷൻസ് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓവുലേഷൻ ഡിസ്ചാർജ് ഭയങ്കര തിക്കായിട്ടുള്ള ഫോമിലാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് മറ്റൊരു ലക്ഷണം. അടുത്ത സിംറ്റമാണ് നമുക്ക് ലൈറ്റായിട്ട് സ്പോട്ടിങ് ഉണ്ടാവുക. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് പലർക്കും മിഡ് സൈക്ലിംഗ് സ്പോട്ടിങ് അനുഭവപ്പെടാറുണ്ട്. സ്പോട്ടിങ് എന്നതുകൊണ്ട് ഇതിനെ വിശേഷിപ്പിച്ചത് ഒരിക്കലും ആ ഒരു ബ്ലീഡിങ് ഒരു ദിവസം പൂർണ്ണമായിട്ട് നിൽക്കുന്ന തരത്തിലുള്ളതായിരിക്കില്ല. നമുക്ക് ഒരു പാഡ് പോലും ഫുള്ളായിട്ട് നനയാത്ത തരത്തിലുള്ള സ്പോട്ടിങ് ആയിരിക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. അണ്ടം പുറത്തേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള പല ബ്ലഡും അവിടെ നിന്ന് പുറത്തേക്ക് വരാറുണ്ട്. ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്പോട്ടിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചധികം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 മണിക്കൂർ നമുക്ക് നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് ആയിരിക്കും. ചില ആളുകൾ പീരിയഡ്സിൻ്റെ പോലെ തന്നെ ഒരു 15th ഡേയിൽ ബ്ലീഡിങ് വന്നു എന്ന് പറയുന്നവരുണ്ട്.
അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടായത് പീരിയഡ്സ് തന്നെയാണ്. കാരണം അണ്ടം കൃത്യമായിട്ട് വരാത്ത ആളുകൾക്ക് ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോൾ അതിൻ്റെ ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടിട്ട് കൃത്യം ഓവുലേഷൻ ഡേറ്റ് അടുക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്പോട്ടിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിംഗ് ആയിട്ടോ അനുഭവപ്പെടാറുണ്ട്. ഈ ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം നിങ്ങൾ നോക്കുക, അടുത്ത മാസവും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഡോക്ടറെ പോയി കാണണം. PCODയോ മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസോ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതല്ലാതെ വളരെ കുറച്ചായിട്ടുള്ള സ്പോട്ടിംഗ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളൂ. ഒരു പാഡ് പോലും നിങ്ങൾക്ക് നനയുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് ദിവസം നിങ്ങൾക്ക് ബ്ലീഡിംഗ് നീണ്ടു നിൽക്കുന്നില്ലെങ്കിൽ അത് 100% നോർമലാണ് കേട്ടോ. അതാണ് ലൈറ്റ് സ്പോട്ടിംഗ്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. പല ആളുകൾക്കും ഹോർമോണൽ ചേഞ്ചസ് ശരീരത്തിൽ സംഭവിക്കുമ്പോഴേക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ഹാപ്പി ആവുക, പെട്ടെന്ന് കരയുക, ഇതെല്ലാം ഈ മൂഡ് സ്വിങ്സ് എല്ലാം പ്രഗ്നൻ്റ് ആകുന്ന ലേഡീസിന് തുടർച്ചയായിട്ട് ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ആ ലേഡീസിന് ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. ഈ മാറ്റവും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഡേറ്റിൽ, അതായത് നമ്മൾ തുടക്കത്തിലെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ആ ഒരു ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്, നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഏറെക്കുറെ ഇല്ല എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ലക്ഷണങ്ങളെല്ലാം നമുക്ക് ഒരു ലക്ഷണം പോലും കാണാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്ത് നോക്കുക. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അത് ഈ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ ലൈൻ ഡാർക്കനായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അത് നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഓൾവേസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് ഡാർക്കനായിട്ട് ഈ ഒരു ലൈറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈൻ കിട്ടുന്നതെങ്കിലും നിങ്ങൾ ഡോക്ടറെ പോയി കാണുക, ഫോളിക്കുലർ സ്റ്റഡി നടത്തി നോക്കുക, ഓവുലേഷൻ വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ അതിനെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് ഈ മാസം എത്രാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെന്ന് നോക്കുക. അതുവരെയുള്ള ദിവസം നിങ്ങൾ എണ്ണി പറയുക. അതാണ് കേട്ടോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.